ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തെ വിശേഷങ്ങളാണ് കേട്ടോ. രാവിലെ എഡിറ്റിംഗ് ആയിരുന്നു. രാത്രി രാത്രി കറണ്ടൊന്നും ഇല്ലാണ്ട് മൊബൈലിൽ ചാർജൊന്നും ഇല്ലാണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ. അപ്പോൾ രാവിലെ അത് തന്നെ എഡിറ്റിംഗ് ആയാലും ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ രാവിലെ ചെറുപയറും മത്തങ്ങയും ഒരു എരിശ്ശേരിയായിട്ട് വെച്ചത് എളുപ്പത്തിൽ വേറെ ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ വൈകുന്നേരം വന്ന് മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ചോറ് ആദ്യം ചൂടാക്കാനായിട്ട് അടുപ്പത്ത് വയ്ക്കുകയാണ്. മുറ്റത്ത് 2-3 പട്ട വെട്ടി കീറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്ന് വെയിൽ കണ്ടപ്പോൾ കുറച്ചൊന്ന് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ശ്രീകുട്ടനോട് പറഞ്ഞു കണ്ടിട്ട് അതൊന്ന് അവിടെ എടുത്ത് വെച്ചു കേട്ടോ. പിന്നെ അവരോട് നാളികേരം ചെരുക്കി തരാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് പണി എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വരുമ്പോൾ ഒന്ന് വരും കേട്ടോ. അപ്പോൾ എനിക്ക് അവനെ കൊണ്ട് പറ്റണമെന്ന് വെച്ചാൽ അവൻ ചെയ്ത് തന്നിട്ട് പോവും. അപ്പോൾ നാളികേരം ചെരുകാനും വിറക് എടുത്തേക്കാനൊന്നും പറയാനില്ല കേട്ടോ. 2 പട്ട വെട്ടി കീറിയിട്ടത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വന്ന വഴി മീൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പൂച്ചക്കൂട്ടന്മാരിങ്ങനെ ഓടി നടക്കല്ലേ, അവരങ്ങനെ കട്ടെടുക്കുന്ന സ്വഭാവമുള്ളവരൊന്നല്ല. എന്നാലും പക്ഷേ മീനൊന്നും ഇപ്പോൾ കഴിക്കണമൊന്നുമില്ല കേട്ടോ. മീനിൻ്റെ തലയ്ക്ക് ഇട്ട് കൊടുത്തിട്ടൊന്നും കഴിക്കണില്ല. എന്താണെന്ന് എനിക്കറിയില്ല. ഇനി വേവിക്കാണ്ട് കൊടുത്തിട്ടാണോ, വേവിക്കാണ്ട് ഇവർ കഴിക്കാറ്. ഞാൻ കഴുകിയൊക്കെ കൊടുത്തു നോക്കി, കഴിച്ചൊന്നുമില്ല. 2-3 ഒരു കൊതിക്ക് കഴിച്ചു, പിന്നെ അവർ കഴിച്ചൊന്നുമില്ല. ഭയങ്കര കൊതിയൊക്കെ കാണിച്ചു അടുത്ത് വന്നൊക്കെ നിന്നുണ്ടെങ്കിലും 3 പൂച്ചക്കൂട്ടം അതിൽ തോരെണ്ണം പിന്നെ ഇത്തിരി കഴിച്ചു. നമ്മുടെ കറുപ്പ് കണ്ടപ്പൻ ഒന്നും കഴിച്ചില്ല കേട്ടോ. അവന് പിന്നെ ഭയങ്കര സാമർഥ്യമാണല്ലോ. അങ്ങനെ എല്ലാതും റെഡിയാക്കി കൂട്ടാത്തിനുള്ളതും മാറ്റി വെച്ചിട്ടുണ്ട്, വറക്കാനുള്ളതും മാറ്റി വെച്ചിട്ടുണ്ട്. വെറുതെ കുരുമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇത്തിരി കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഫ്രൈ ആക്കണുള്ളൂ കേട്ടോ. ബാക്കിയുള്ളത് അതിൻ്റെ തലേര കുഞ്ഞൊരു ഭാഗമില്ല, അത് ഞാൻ എടുക്കും കേട്ടോ വറക്കാനായിട്ട്. ബാക്കിയുള്ളതൊക്കെ പുരട്ടിങ്ങാണ്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചു. നാളെ എടുക്കാമെന്ന് വിചാരിച്ചു. നാളെ ശനിയാഴ്ചയാണ്, പിന്നെ പിള്ളേർ വീട്ടിലുണ്ടാവുമല്ലോ. പിന്നെ മീൻകറി വയ്ക്കുകയാണ്. അപ്പോൾ മീൻകറി വയ്ക്കാൻ പറയാനൊന്നുമില്ല, ഞാൻ എല്ലാത്തിലും കാണിക്കുന്നതാണ്. മീൻ കഴുകി വൃത്തിയാക്കി ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലും മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഇത്ര അതിലേക്ക് ചെയ്തപ്പോഴേക്കും നമ്മുടെ മീൻ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഈ ഒരു ഇരുമ്പ് ചട്ടിയിൽ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും കേട്ടോ. വേഗം ആവുകയും ചെയ്യും, എന്നാൽ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടുകയും ചെയ്യും. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അതിനിടയ്ക്ക് കുറച്ച് ദിവസം അതിൻ്റെ ഇരുമ്പിൻ്റെ ഭയങ്കരമായിട്ട് ഫ്ലേവറൊക്കെ വന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് കുറച്ച് നാളെ ഉപയോഗിക്കേണ്ടിരുന്നു. വീണ്ടും ഇപ്പോൾ വലിയ കുഴപ്പം തോന്നില്ല, നന്നായിട്ട് തച്ച് എടുത്തപ്പോൾ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനത് എടുത്തു കേട്ടോ. നല്ല ചൂട് നിൽക്കും അതെപ്പോഴും. ബാക്കി സൈഡിലൊക്കെ കിടന്നിറന്നായിട്ടില്ല, അതങ്ങോട്ട് തട്ടിയിട്ടിട്ട് പിന്നെ ഞാൻ മീൻ കറി വെക്കാനുള്ള പരിപാടി. അപ്പം നമ്മൾ തലേദിവസം ഇങ്ങനെ കറി വെക്കേണ്ട ഒരവസ്ഥ വരികയാണെങ്കിൽ ഇങ്ങനത്തെയൊക്കെ ഇത്തിരി കൂടുതൽ വെക്കുക കേട്ടോ. മീൻ കറി ആകുമ്പോൾ ഞാൻ എപ്പോഴും വേണമെങ്കിൽ നമുക്ക് 2 എടുത്തിട്ട് ഇപ്പോഴത്തെ മാത്രം ആവശ്യത്തിന് ചെയ്യാം, എന്നിട്ട് പിറ്റേ ദിവസം ചെയ്യാം. അപ്പം ഞാൻ അങ്ങനെ ചെയ്യാൻ നിന്നില്ല. ഇപ്പം തന്നെ നാളികേരവും മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടി അരച്ച് ചേർത്താണ് കേട്ടോ ഒഴിച്ച് കണ്ടിട്ട് ഇത്തിരി കൂട്ടാൻ കൂടുതൽ അങ്ങോട്ട് വെച്ചു. അപ്പോൾ ഇപ്പോഴത്തേക്ക് ഇത്തിരി ചാറൊക്കെ എടുക്കുള്ളൂ. മീൻ വറുത്തതൊക്കെ ഉള്ള കാരണം കൊണ്ട് അച്ചാറൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് കാര്യമായിട്ട് എടുക്കില്ല. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും രാവിലെ ഇനിയിപ്പോൾ ആ ഒരു പണി വേണ്ടല്ലോ, നമുക്ക് ചാറുകറി വെക്കുന്ന പണി ഉണ്ടാവണ്ടല്ലോ. അപ്പോൾ ചാറുകറി മീൻ വറക്കൽ കഴിഞ്ഞു, ചോറൂറ്റലും കഴിഞ്ഞു. പിന്നെ ചാറിനുള്ളത് അടുപ്പത്തും കിടക്കുന്നുണ്ട്. അപ്പോഴേക്കും ഞാൻ പാത്രം കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അധികമൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും വലിയ പാത്രങ്ങളാണ് 2-3 ഉള്ളത്. അപ്പോൾ കൊട്ടത്തളം നിറഞ്ഞ് കിടക്കുക, അപ്പോൾ ആകെ വൃത്തിയില്ല. അപ്പോൾ ഈ മീനാവണ നേരം കൊണ്ട് തന്നെ ആ പാത്രങ്ങളും കൂടി കഴുകി വെച്ചു കേട്ടോ. അത് കഴുകി കഴിയുന്നതോടുകൂടി തന്നെ മീൻ നല്ല തിളച്ച് വറ്റി ഒരു പരുവായി കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി നോക്കിയപ്പോൾ ഉപ്പും പുളിയൊക്കെ ഉണ്ട്, ഇത്തിരി എരിവ് കുറവുണ്ട്. അപ്പോൾ അത് ഇടണമെന്ന് ആലോചിച്ച് ഞാൻ ഇട്ടില്ല കേട്ടോ. ഇവിടെ 2 പേർക്കും എല്ലാവർക്കും എരിവ് ഇത്തിരി കുറവ് തന്നെയാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാൻ നിന്നില്ല. എരിവ് രണ്ടാമത് ഇട്ടില്ല. അങ്ങനെ എരിവ് കുറവുണ്ടെങ്കിൽ നമ്മൾ ഈ ഉള്ളിയും കറിവേപ്പിലയും കൂടി ഫ്രൈ ആക്കി ഇടുമ്പോൾ കുറച്ച് മുളക് പൊടി ചേർത്താൽ മതി, നല്ല അടിപൊളി കൂട്ടാം. പിന്നെ മീൻ കറി തലേദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം ആകുമ്പോഴേക്കും സൂപ്പറാണല്ലോ. അതങ്ങനെ മൂടി അവിടെ മാറ്റി ഞാൻ ഗ്യാസ് ഇത് എടുത്ത് വെച്ചു കേട്ടോ. അത്ര ഉള്ളൂ. അപ്പോൾ ഇനി നാളെ ഒരു ഉപ്പേരിക്കുള്ളത് മാത്രം റെഡിയാക്കിയാൽ മതിയല്ലോ. ചാറുകറിക്കായി. പിന്നെ ഞാൻ വിചാരിച്ച് ജസ്റ്റ് തുടച്ചിട്ടു, അവിടെ എല്ലാം ക്ലീനാക്കാനായിട്ട് നിന്നില്ല കേട്ടോ. ചീനി അടുക്കളയിൽ കുറച്ചും കൂടി എനിക്ക് ജോലികൾ ബാക്കിയുണ്ട്, അത് കാരണം കൊണ്ട് വല്ലാണ്ട് ഡീപ്പ് ക്ലീനിങ് ഈ ഒരു സമയത്തിന് ഞാൻ നിന്നില്ല. അങ്ങനെ നിൽക്കലത് ചേട്ടൻ വന്നു. അപ്പോൾ സാധനങ്ങളൊക്കെ മേടിച്ചു കൊണ്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഇല്ലാത്ത സാധനങ്ങൾ വിളിച്ച് പറയുമ്പോൾ ചേട്ടൻ വരുമ്പോൾ ടൗണിൽ നിന്ന് തന്നെയാണ് കേട്ടോ വാങ്ങിക്കുക. ഇവിടെ നിന്നാകുമ്പോൾ എല്ലാത്തിനും റേറ്റ് കൂടുതലൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ടാണ്. അപ്പോഴത്തേക്ക് ആദിത്യം വന്നിട്ടുണ്ട്. ചേട്ടൻ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ മേടിച്ചു കൊണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് മീൻ കറി ആയ കാരണം, മീൻ വറുത്തൊക്കെ ആയ കാരണം അത് എനിക്ക് വലിയ നോട്ടം ഉണ്ടായിരുന്നില്ല. ചോറൂണൊക്കെ കഴിഞ്ഞിട്ടാണ് അതെടുക്കാൻ നിന്നത്. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ തക്കാളി എടുത്തിട്ട് ഒരു ബോക്സിലാക്കി ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചു കേട്ടോ. പിന്നെയുള്ളത് അതിൽ ഉരുളക്കിഴങ്ങും സവോളയും ഉള്ളിയും വെളുത്തുള്ളിയൊക്കെയാണ്.
അപ്പോൾ അതൊരിക്കലും നമുക്ക് ഫ്രിഡ്ജിൽ നമ്മൾ സൂക്ഷിക്കില്ലല്ലോ. ഉള്ളിയൊക്കെ തോല് കളഞ്ഞാൽ വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാമെന്നേ പറ്റുള്ളൂ, അല്ലാണ്ട് ഇപ്പോൾ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് അവിടെ നമ്മുടെ സ്റ്റോർ റൂമിൽ ഒരു റാക്കുണ്ട്, അതിൽ തട്ട് തട്ടായിട്ട് ഞാൻ ഓരോന്നോരോന്ന് മുന്നൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. കാണിക്കാത്തതൊന്നുമില്ലല്ലോ, എല്ലാ വീഡിയോസിലും കാണിക്കുന്നുണ്ട്. പക്ഷേ പുതിയതാരെങ്കിലൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിലാണ് ഒരു ബുദ്ധിമുട്ട്. നമ്മുടെ റൂബി ചോദിച്ചിട്ടുണ്ടായിരുന്നു അമ്മ എവിടെയാണ്. അപ്പോൾ അമ്മ നാത്തൂൻ്റെ കൂടെയാണ്. അപ്പോൾ പിന്നെ റൂബി വേണമെങ്കിൽ മുന്നേ വീഡിയോ കാണാണ്ടിരുന്നോന്ന് എനിക്കറിയില്ല. കുറച്ച് ദിവസമായിട്ട് അമ്മ നാത്തൂൻ്റെ പോയിട്ട് വയ്യായ്മ മാറിയപ്പോൾ പോയിട്ട് പിന്നെ അവിടെ നിന്നു. ഇപ്പോൾ പുതിയതായി കുറേ കൂട്ടുകാർ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്നാലല്ലേ എൻ്റെ ചാനലൊന്ന് വളരുള്ളൂ. ഞാനിനി കഷ്ടപ്പെടുന്നതിന് എനിക്ക് ചെറിയൊരു ഫലമെങ്കിലും കിട്ടണ്ടേ. അപ്പോൾ പ്ലേ ബട്ടൺ വാങ്ങിക്കാനുള്ള ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ, എനിക്ക് സാധിക്കണില്ല. അതങ്ങനെ നീണ്ട് പോവുകയാണ്. അപ്പോൾ അതാ ചോറിന് കഴിക്കാനുള്ളതൊക്കെ താഴത്തേക്ക് എടുത്ത് വെച്ച് പിന്നെ ഞങ്ങളെല്ലാവരും നേരത്തെ നിന്ന് ഫുഡ് കഴിക്കാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഇപ്പോൾ വേണ്ടാന്നൊക്കെ പറഞ്ഞു, വലിയ കുറേ കഴിഞ്ഞിട്ട് ഞാൻ തനിച്ച് കഴിച്ചുകൊണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ സമ്മതിച്ചില്ല. പിണങ്ങിയൊക്കെ ഇരുന്നപ്പോൾ പിന്നെ വേഗം വന്നു കേട്ടോ. നമ്മളല്ലാതെ അവർക്ക് വേണ്ടി ഒരുക്കിയിട്ട് അവർ കഴിക്കാൻ വരാണ്ടാകുമ്പോൾ ഒരു വിഷമമല്ലേ. പിന്നെ നമ്മൾ രാവിലെ തുടങ്ങി ജോലിക്കൊക്കെ പോയിട്ട് രാവിലെ ഒരുമിച്ച് കഴിക്കാനോ ഉച്ചയ്ക്ക് ഒരുമിച്ച് കഴിക്കാനോ ഒന്നും സംസാരിക്കാൻ തന്നെ നമുക്കധികം സമയം ഉണ്ടാവില്ല. അപ്പോൾ വൈകുന്നേരം ഫുഡ് കഴിക്കുമ്പോൾ ഒരുമിച്ചിരിക്കാൻ പറ്റുകയാണെങ്കിൽ ഒരുമിച്ചിരിക്കുക. അപ്പോൾ നമുക്ക് എല്ലാവരും വിശേഷങ്ങളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പറയാം. ചേട്ടൻ പിന്നെ ഇവിടെ അങ്ങനെ ഞാൻ എവിടെയാണോ ഞാൻ ജോലി ചെയ്യാന്ന് വെച്ചാൽ അപ്പോൾ ഒപ്പം ഉണ്ടാവും കേട്ടോ. പിള്ളേരായാലും വരും. പിന്നെ പിള്ളേർ കുറച്ച് നേരമൊക്കെ വർത്താനം പറഞ്ഞിട്ട് പോയി ഇങ്ങോട്ട് പഠിക്കാനിരിക്കും. പഠിക്കാനല്ലെങ്കിലും മൊബൈലായാലും നോക്കുമല്ലോ. ഇപ്പം മൊബൈൽ നോക്കണ്ടോ എന്നുള്ളത് ഞാൻ ചെക്ക് ചെയ്യുകയൊക്കെ ചെയ്യും കേട്ടോ. എന്ന് വെച്ചാൽ ആദ്യത്തിനൊക്കെ +1 മാർക്ക് കുറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. എന്നാലും ശ്രീകുട്ടൻ്റെ അത്രയ്ക്കൊന്നും അവൻ പഠിക്കില്ലെങ്കിലും എന്നാലും പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പഠിച്ച് തുടങ്ങിയിട്ടുണ്ടല്ലോ, അത് തന്നെ ഒരു വലിയ ആശ്വാസം. അങ്ങനെ മീനൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വർത്താനം പറഞ്ഞ് അങ്ങനെ ഞങ്ങളുടെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞു. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും അവരവരുടെ പാത്രം അവരാർ തന്നെയാണ് കേട്ടോ കഴുകണത്. ഞാൻ ബാക്കിയുള്ള ചോറെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചു. മീൻകറി പിന്നെ ഫ്രിഡ്ജിലേക്ക് വെക്കില്ല കേട്ടോ, അതങ്ങനെ തിളപ്പിച്ച് വെക്കുള്ളൂ. പിന്നെ ഇതാ കഴിഞ്ഞ ആഴ്ചയിൽ വാങ്ങിച്ചു കൊടുന്ന വെണ്ടക്കായും കൂടിയും ബാക്കിയുണ്ട് ഉപ്പേരി വയ്ക്കാനായിട്ട്. അപ്പം അങ്ങനെ ശനിയാഴ്ച ചേട്ടൻ വാങ്ങിച്ചു കൊടുന്ന പച്ചക്കറി ഈ ശനിയാഴ്ച വരെ ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. വെണ്ടക്കായ ഞാൻ ആദ്യം വിചാരിച്ചു എന്ത് വയ്ക്കാവോന്നും, പിന്നെ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ വെണ്ടക്കായ ഇരിപ്പുണ്ട്. നല്ല ചള്ള് വെണ്ടക്കായാണ്. അപ്പോൾ ഇനി എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്തായാലും കേടായി പോകും. അപ്പോൾ എന്തായാലും വേഗം അത് നാളെ ഒരു മെഴുക്ക് വരട്ടിയാണ് എനിക്കിഷ്ടം. അപ്പോൾ അത് ചോറ് വയ്ക്കണം ജോലി എന്ന് പറയുന്നത് അത് ചേട്ടനാണ് കേട്ടോ. ഞാൻ മിക്കവാറും ആ സമയമാകുമ്പോഴേക്കും എഡിറ്റിങ്ങിനൊക്കെ പോയിട്ടുണ്ടാവും. ഇന്ന് പിന്നെ വെണ്ടക്കായ അരിയാണ്ടല്ലോ, അപ്പോൾ അത് കാരണം കൊണ്ട് അത് അരിയുക. അപ്പോൾ ഒരുമിച്ച് അങ്ങോട്ട് ജോലികൾക്ക് തീരുമല്ലോ. അതിന് വേണ്ടിയിട്ട് അപ്പോഴത്തെ അരി ആദ്യം തന്നെ ഒന്ന് വെള്ളം ഒഴിച്ച് വിടും കേട്ടോ. പക്ഷെ നിറയെ ഭയങ്കര അഴുക്കല്ലേ, റേഷൻ അരിയിൽ ഭയങ്കര ചുവപ്പ് കളറ് ഭയങ്കരമായിട്ടുണ്ട്. കുറച്ച് നേരം വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് കഴുകിയാലാണ് അതൊന്ന് വൃത്തിയായി കിട്ടുക കേട്ടോ. അങ്ങനെ വെള്ളം തിളച്ചതിന് ശേഷം ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് ഇട്ടു. എൻ്റെ വെണ്ടക്കായ അരിയിലും അതോടുകൂടി കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ ആ കുടമൊക്കെ എടുത്ത് വയ്ക്കാൻ നോക്കിയപ്പോൾ ചേട്ടൻ പറഞ്ഞു അതിൽ ഇത്തിരി കൂടി വെള്ളം ഒഴിച്ചാൽ എന്തോ വെള്ളം നന്നായിട്ട് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. വെള്ളം കുറഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഒരു വഴുവഴുപ്പാണ് കേട്ടോ ചോറ്. അത് കാരണം കൊണ്ട് നന്നായിട്ട് വെള്ളം വയ്ക്കും. പിന്നെ ഞാൻ എൻ്റെ വെണ്ടക്കായനെടുത്ത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കും കേട്ടോ. വെണ്ടക്കായൊക്കെ ആകുമ്പോൾ പുറത്ത് വെച്ചാൽ അത്ര ശരിയാവില്ലല്ലോ. പിന്നെ അരി കഴുകിയിട്ട പാത്രം അപ്പം തന്നെ വേഗം ഒന്ന് തേച്ച് കഴുകി. ഞാൻ പറഞ്ഞില്ലേ അതിൽ നിറയെ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതങ്ങനെ വെച്ചാൽ ശരിയാവില്ല. അപ്പോൾ അത് അപ്പം തന്നെ തേച്ച് കഴുകി. ഇനിയിപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകൽ കഴിഞ്ഞല്ലോ. അപ്പോൾ ഇനി വേറെ അപ്പോൾ നാളേക്കുള്ള മീൻകറി ആയി. അതേപോലെ തന്നെ ഉപ്പേരി അരിഞ്ഞു വെച്ചു. ചോറും ഇതാ വച്ചിരിക്കുകയാണ്. അപ്പോൾ പിന്നെ രാവിലെ പണികളൊന്നുമില്ല. പറ്റിങ്ങ് ക്ലീനിങ് ചെയ്യണമെന്നൊരാഗ്രഹമുണ്ട്. ചിലപ്പോൾ നടക്കില്ല കേട്ടോ. എന്ന് വെച്ചാൽ രാത്രി ഏറെ വൈകി എഡിറ്റിങ്ങൊക്കെ തീർന്ന് കഴിയുമ്പോൾ പിന്നെ ചിലപ്പോൾ നേരത്തെ എഴുന്നേൽക്കാനൊന്നും പറ്റില്ല. പിന്നെ 6:30 എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ക്ലീനിങ്ങിനുള്ള ടൈമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ എനിക്ക് കുളിക്കാനുള്ള വെള്ളം ഒന്ന് ചൂടാക്കാൻ വെക്കാൻ പറഞ്ഞിട്ട് ചേട്ടൻ വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഡീപ്പായിട്ട് എല്ലായിടത്തും ഒന്ന് തുടച്ചു കേട്ടോ. ആ കൗണ്ടർ ടോപ്പും സൈഡും ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ചോറ് വയ്ക്കാനല്ലേ ഉള്ളൂ, ബാക്കി പരിപാടികളൊന്നും ഇല്ലല്ലോ. നേരം വൈകി ശബ്ദം കൊടുക്കണോണ്ടാണ് കേട്ടോ എൻ്റെ ശബ്ദം അങ്ങോട്ട് ശരിയാവാത്ത. പിന്നെ കുറേശ്ശെ ഒരു കോൾഡ് പിടിച്ചിട്ടുമുണ്ട്. ചേട്ടനും ശ്രീകുട്ടനൊക്കെ നന്നായിട്ടുണ്ട്. എനിക്ക് എന്നാലും കുറേശ്ശെ വന്നിട്ടുണ്ട്. പിന്നെ അത് കൗണ്ടർ ടോപ്പൊക്കെ കഴിഞ്ഞ് താഴത്തും ഒന്ന് അടിച്ച് വാരിയിട്ടും എത്രയായാലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ നിറയെ പൊടി ഉണ്ടാവുമല്ലോ. നമ്മളെ കണ്ടപ്പം മാത്രം പിന്നെ അവൻ നടക്കുന്നുണ്ട്. അവന് ചെമ്മീൻ മീനാന്ന് തോന്നുന്നുണ്ട് ഇപ്പോൾ ആവശ്യം തോന്നുന്നു. എന്താവോ ഈ മീനൊന്നും കഴിക്കാത്ത. അങ്ങനെ അടിച്ച് വാരൽ കഴിഞ്ഞ് പിന്നെ ഞാൻ തുടയ്ക്കാമെന്ന് പറയുന്നത് എല്ലാവരും അടുക്കളയിൽ നിന്ന് പോയിന്ന് വെച്ചാൽ നന്നായിട്ട് വെള്ളമൊക്കെ ആക്കി തുടയ്ക്കും. എല്ലാവരും അടുക്കളയിൽ ഉണ്ടെങ്കിൽ ഞാൻ വെള്ളം കുറേശ്ശെ ആക്കി തുടയ്ക്കുള്ളൂ, അല്ലെങ്കിൽ വീണ്ടും അഴുക്കാവില്ല അവിടെയൊക്കെ.
ചേട്ടൻ എന്തായാലും അടുക്കളയിൽ നിന്ന് പോയിട്ടില്ലല്ലോ, അത് കാരണം കൊണ്ട് നല്ല വെള്ളത്തിൽ തുടച്ചാൽ ശരിയാവില്ല. അപ്പോഴേക്കും എൻ്റെ കുളിക്കാനുള്ള വെള്ളമൊക്കെ ചൂടായി. ഇനി ഞാൻ കുളി കഴിഞ്ഞ് എഡിറ്റിങ്ങിനായിട്ട് പോകും കേട്ടോ. എഡിറ്റിങ്ങൊക്കെ എന്തായാലും കുറച്ചധികം സമയം ഉണ്ടാവും. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ ലൈക്ക് അടിക്കാനും മറന്നു പോകും.